വഖഫ് ഭേദഗതി നിയമത്തിന് പിന്തുണ നൽകിയതിന് പിന്നാലെ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ ജെ.ഡി.യുവിൽ പിളർപ്പ് ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വഖഫ് ഭേദഗതി നിയമത്തിന് ജെ.ഡി.യു പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച 5 മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഒരു വലിയ കൂട്ടം പ്രവർത്തകരും ജെ.ഡി.യു വിട്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്ന ജെ.ഡി.യു നേതാക്കൾ നിതീഷ് കുമാറിനെ അവസാനവട്ടം സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ജെ.ഡി.യു ബി.ജെ.പി ബന്ധം ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ്. അതിനിപ്പോൾ ഒരു പ്രധാന കാരണം, കഴിഞ്ഞ മാസം ഇന്ത്യ ടുഡേ സീ വോട്ടർ ഒരു മൂഡ് ഓഫ് ദ നേഷൻ സർവേ ബീഹാറിൽ നടത്തിയിരുന്നു. ആ ബീഹാറിൽ നടത്തിയ സർവേയിൽ അവർ പ്രധാനമായി കണ്ടെത്തിയ കാര്യം, ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് നിതീഷ് കുമാറിനെ അല്ല. 41% പേർ മുഖ്യമന്ത്രിയായി ബീഹാറിൽ കാണാൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ നേതാവും ആർ.ജെ.ഡിയുടെ നേതാവുമായ തേജസ്വി യാദവിനെയാണ്. വെറും 18% പേർ മാത്രമാണ് ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ബി.ജെ.പിയുടെ സാമ്രാജ് ചൗധരി മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് വെറും 8% പേരും. അതായത് ബി.ജെ.പിന്റെയും ജെ.ഡി.യുവിന്റെയും ഈ സർവേയിലെ പോൾ വിഹിതം കൂട്ടിയാൽ പോലും അത് ആർ.ജെ.ഡിക്കൊപ്പം എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ.ഡി.യു നേതാക്കൾ ഒരു വലിയ പരാജയം മുന്നിൽ കാണുന്നുണ്ട്. ആ പരാജയം മുന്നിൽ കാണുന്നത് കൊണ്ട് തന്നെയാണ് അവർ പാർട്ടിയിൽ ഒരു കലാപത്തിനൊരുങ്ങുന്നത്. ജെ.ഡി.യു എല്ലാ കാലത്തും അറിയപ്പെട്ടിരുന്നത് എല്ലാ പക്ഷങ്ങളുടെയും ഒരു പാർട്ടി എന്ന നിലയിലാണ്, എല്ലാ വിഭാഗങ്ങളുടെയും നേതാവ് എന്ന നിലയിലാണ് നിതീഷ് കുമാറും അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ബി.ജെ.പി പാളയത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എത്തിയത് മുതൽ ജെ.ഡി.യുവിന്റെ ആ ഇമേജ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാറിന്റെ ആ പ്രതിച്ഛായ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജെ.ഡി.യു നേതാക്കളിൽ തന്നെ വലിയ അസംതൃപ്തി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് വഖഫ് ഭേദഗതി നിയമത്തിന് ജെ.ഡി.യു പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജെ.ഡി.യുവിന്റെ യുവജന വിഭാഗം, ബീഹാറിലെ യുവജന വിഭാഗം വൈസ് പ്രസിഡന്റ് തബ്രീസ് ഹസനും ജെ.ഡി.യുവിന്റെ ന്യൂനപക്ഷ സെൽ ജനറൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാനവാസ് മാലിക് ഉൾപ്പെടെ 5 ജെ.ഡി.യുവിന്റെ നേതാക്കൾ പാർട്ടി വിടുന്നത്. ഈ പാർട്ടി വിടൽ ജെ.ഡി.യുവിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു കൂട്ടം നേതാക്കൾ ജെ.ഡി.യുവിൽ ഒരു കലാപക്കൊടി ഉയർത്തി രംഗത്ത് വരുന്നത്. ജെ.ഡി.യുവിൽ മാത്രമല്ല, വഖഫ് ഭേദഗതി നിയമത്തിനെ പിന്തുണച്ചതിന്റെ ഭാഗമായി ബി.ജെ.പിയുടെ സഖ്യകക്ഷികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊരു പൊട്ടിത്തെറി അരങ്ങേറിയത് ആർ.എൽ.ഡി എന്ന പാർട്ടിയിലാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ ബി.ജെ.പി 30 സീറ്റുകളിലെങ്കിലും പിടിച്ചു നിന്നത് ആർ.എൽ.ഡി എന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരെ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലുണ്ടായിരുന്ന പാർട്ടിയുടെ പിന്തുണ അവസാന നിമിഷം ഉറപ്പിക്കാനായതുകൊണ്ടാണ്. ആർ.എൽ.ഡി ഇല്ലായിരുന്നുവെങ്കിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലടക്കം വലിയ തിരിച്ചടി ബി.ജെ.പി യു.പിയിൽ ഇത്തവണ ഏറ്റുവാങ്ങുമായിരുന്നു. അത് തടയാൻ സാധിച്ച ആർ.എൽ.ഡിയിൽ വലിയ പിളർപ്പാണ് വഖഫ് ഭേദഗതി നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ആർ.എൽ.ഡിയുടെ ഉത്തർപ്രദേശ് ജനറൽ സെക്രട്ടറി ഷഹ്സേബ് റിസ്വി പാർട്ടി വിടുകയുണ്ടായി. അയാളോടൊപ്പം 2000-ലേറെ നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ടു. എന്തായാലും വഖഫ് ഭേദഗതി നിയമം ബി.ജെ.പി ആഗ്രഹിച്ച ഗുണങ്ങൾ ഉണ്ടാക്കുമോ എന്നറിയില്ല. പക്ഷേ അവരുടെ 2 സഖ്യകക്ഷികളിൽ നിർണായക പിളർപ്പിലേക്ക് കാര്യങ്ങൾ നയിക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അതിന് ഒരു കാരണം വഖഫ് ഭേദഗതി നിയമമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്.